2 3 നിലകളുള്ള ബിൽഡിങ് തന്നെയാണെങ്കിൽ ഒരു കാരണവശാലും ആ വസ്തു എടുക്കരുത്. അപ്പോൾ ഈ പറയുന്ന ആ വസ്തുവിൽ ഗ്രഹം നിർമ്മിച്ചിട്ട് ഒരു കാര്യമില്ല. വസ്തു നമ്മളുടെ കൈവശം വന്നു കഴിഞ്ഞാൽ 4 അതിരുകൾ അത് ഒരു ഫൗണ്ടേഷൻ ചെയ്ത് ഒരു 1.5 അടി താഴ്ചയിൽ ഫൗണ്ടേഷനായിട്ട് തിരിക്കുക. 4 അതിരും തിരിക്കുക. അതാണ് നമ്മളുടെ, അപ്പോഴാണ് നമ്മളുടെ ഈ ഊർജം മേഖല നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മൾ കൈവശം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക. അപ്പോഴാണ് ആ പ്രാപഞ്ചിക ഊർജ്ജം നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ വാസ്തുബലം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഭൂമിയുടെ ചരിവ് നോക്കണം. നീരൊഴുക്ക് എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗത്തേക്കായിരിക്കണം. അപ്പോൾ വടക്കും കിഴക്കും താണ ഭൂമി, തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഇനി അല്ല, അത് ആ ഘടന അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആ ഘടനയിലോട്ട് അതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ തെക്കും പടിഞ്ഞാറും ഉയർത്തി നമ്മൾ വടക്കും കിഴക്കും ചരിവിലേക്ക് ആ ഭൂമിനെ ആ ഒരു ഘടനയിലോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ കൃത്യമായ ആ ഊർജ മേഖല കറക്റ്റാവും. പിന്നെ അതിനുശേഷം നമുക്കൊരു ജലാശയം കണ്ടെത്തണം. ജലാശയം അത് കുംഭം, മീനം, മേടം രാശികളിൽ അത് കൃത്യമായിട്ട് നമ്മൾ ആ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഏത് ദിക്കിലേക്കാണെന്ന് നോക്കിയിട്ട് ഈ പറയുന്ന രാശി കറക്റ്റ് ചെയ്ത് അതിലൊരു ജലാശയം കണ്ടെത്തണം. കിണറോ ബോർവെല്ലോ എന്തെങ്കിലും നമുക്കൊരു ജലാശയം അവിടെ കണ്ടെത്തണം. അത് ഗ്രഹനിർമ്മാണത്തിന് മുന്നേ തന്നെ ചെയ്യണം. അത് എന്നാലേ ഈ ഗ്രഹനിർമ്മാണം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ നിന്ന് രൂപാന്തരപ്പെടും. പിന്നെ അതിനുശേഷം നമ്മൾ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ നമുക്കൊരു ശുദ്ധി, നമ്മൾ ഭൂമി ഒന്ന് ശുദ്ധി ചെയ്യുന്നത് നല്ലതായിരിക്കും. അഗ്നിശുദ്ധി എന്ന് പറയും. അതായത് ഗണനം, ഹരണം, ദാഹപൂരണം, ഇപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞൊരു പ്രമാണപ്രകാരം നമുക്ക് ഈ ഭൂമിനെ നമുക്ക് ശുദ്ധി ചെയ്തെടുക്കണം. അത് ഈ പറയുന്ന ഒരു പൂജയൊന്നുമല്ല, അത് ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലെ ഒരു കോൽ കണക്കിൽ ഒരു കുഴിയെടുത്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായോ? നമുക്കിവിടെ അനാവശ്യമായ ഒരു പൂജകളൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന കൃത്യമായി വാസ്തു പാലിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് പ്രകൃതി കൃത്യമായി തരുന്നുണ്ട് പോസിറ്റീവ് എനർജി. നമ്മളത് കൃത്യമായി അതിനെ ഈ പറയുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കുക. മനസ്സിലായോ? അത്രമാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഗ്രഹനിർമ്മാണം നല്ലൊരു പ്ലാൻ അതിനകത്ത് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കിഴക്കോ വടക്കോ എടുക്കുന്ന വസ്തുവിന് കിഴക്കോ വടക്കോ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഉയർന്ന ബിൽഡിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു 2 3 നിലകളുള്ള ബിൽഡിങ് തന്നെയാണെങ്കിൽ ഒരു കാരണവശാലും ആ വസ്തു എടുക്കരുത്. മനസ്സിലായ? അത് രാവിലത്തെ ഉദയം ബ്ലോക്കാണ്. അത് നമ്മളെ വസ്തുവിലേക്കുള്ള എനർജി, ഈ പറയുന്ന വടക്കിഴക്കുന്നുള്ള ആ പോസിറ്റീവ് എനർജി ഇല്ലേ, ബ്ലോക്കായി. അപ്പം ഈ പറയുന്ന ആ വസ്തുവിൽ ഗ്രഹം നിർമ്മിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പറയുന്ന പോസിറ്റീവ് എനർജി അതിലേക്ക് വരില്ല, ആ വസ്തുവിലേക്ക് വരില്ല. അത് തടസ്സപ്പെടുത്തണത്. പുരോഗതി, സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലായ്മ, ഇവയെല്ലാം ധനനഷ്ടങ്ങൾ. മനസ്സിലായോ? അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതെ, ഇപ്പൊ കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ട് ദർശനം വെച്ച് ചെയ്യുക. അതായത് നമ്മൾ ഭാരതത്തിന്റെ ഘടന പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ, വടക്ക് ഹിമാലയ പർവ്വതം ബ്ലോക്കാണ്. മനസ്സിലായോ? അതാണ് നമുക്ക് ആ വേണ്ടത്ര പുരോഗതി ഇട്ടാത്തത്. ഇപ്പം ഈ പറയുന്ന സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും വടക്ക് കിഴക്കോ നിർമ്മിതികൾ വന്നു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ, ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ഈ പറയുന്ന പുരോഗതിയൊക്കെ തടസ്സം നേരിടും. അതിൽ യാതൊരു സംശയമില്ല. ബുദ്ധിമുട്ടുകളുണ്ടാവും, മാനസിക പിരിമുറുക്കം ഉണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ സിറ്റിയിലൊക്കെ ഈ പറയുന്ന തൊട്ടടുത്തുള്ള നിർമ്മിതികൾ ഈ പറയുന്ന വൻ ഉയരത്തിലാണെങ്കിൽ
അത് കുറച്ചൊരു ഒരു 2-3 മീറ്റർ മാറിയേക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വടക്കിഴക്ക് ഈ പറയുന്ന ഉദയം ഈ പ്രാപഞ്ചിക ഊർജം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിൽ താമസിക്കുന്ന ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, മാനസിക പിരിമുറുക്കം, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് ഈ പറയുന്ന ഈ ഇന്ത്യയുടെ ഈ അവസ്ഥയും നമ്മൾ ഈ പറയുന്ന സെയിം എഫക്റ്റ് ഈ റോങ് ആയി പോകണേ, മനസ്സിലായോ? അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഇപ്പം എല്ലാവരും വിചാരിക്കും ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ നമ്മൾ ഒരു ലൈഫ് ടൈമാണ് അത്. നമ്മളുടെ ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. അതിനകത്ത് നമുക്ക് സന്തോഷം, സമാധാനം, സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരനാകണമെന്നുള്ളതല്ല. നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു പുരോഗതി, അവിടെ വീട്ടിൽ വരുന്ന ഒരു സമാധാനം, ഇതെല്ലാമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വാസ്തുവിൽ എല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടീശ്വരനാകണമെന്നുള്ളതല്ല. കോടീശ്വരനാകാം, നമുക്ക് അതിനുള്ള അവസരങ്ങൾ വരും. ഇത് നമ്മൾ റിസർച്ചിലൂടെ ഓരോ കാര്യങ്ങളും അനുഭവത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാക്കിയേക്കണേണ്. അല്ലാണ്ട് കപ്പലെന്താ പൊങ്ങിക്കിടക്കുന്നത്, ആ പണ്ട് തുടങ്ങി പൊങ്ങിക്കിടക്കണേന്ന് ആ സിസ്റ്റമല്ല. നമുക്ക് എല്ലാത്തിനും കാരണങ്ങൾ വേണം. ഒരു സ്ഥാനം തെറ്റി അല്ലെങ്കിൽ സ്ഥാനദോഷം സംഭവിച്ചു, അത് എന്തായിരിക്കും അതിൻ്റെ അനുഭവം, ആ തിക്താനുഭവങ്ങൾ ആ ഗ്രഹനാഥൻ അനുഭവിക്കുന്നത് എന്താണെന്ന് ഈ പറയുന്ന വാസ്തു പഠിച്ച ഒരാൾക്ക് പറയാൻ പറ്റും കൃത്യമായിട്ട്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഒരു വ്യക്തി വന്ന് പറഞ്ഞു ആ സ്ഥാനം തെറ്റി, സ്ഥാനനിർണ്ണയം ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ അവസ്ഥയും കൂടി പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴും നമ്മൾ ഒരാളെ കൺസൾട്ട് ചെയ്യുക. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി പറഞ്ഞു തരാൻ, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് കാണിച്ച് നമുക്ക് ഈ പറയുന്ന ഊർജ്ജമേഖല ശക്തിപ്പെടുത്തുക, അതാണ് വേണ്ടത്.